ഹലോ ആൾ കരി ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ്. 10th +2 ഡിഗ്രി അങ്ങനെ ഏത് ലെവൽ പരീക്ഷകൾക്കും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ചാണ് നോക്കുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയത് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സാണിന്ന്. നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആരാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത് എന്നാണ്. 1934 പാട്രിയൻ്റ് എന്ന തൻ്റെ പത്രത്തിലൂടെ എം.എൻ. റോയിയാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. ജനകീയാസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ഇദ്ദേഹം തന്നെയാണ്. ആരാണ്? എം.എൻ. റോയ് ആണ് ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. ഓക്കെ, 1934 എം.എൻ. റോയ് ഈ ആശയം മുന്നോട്ട് വെച്ചെങ്കിലും 1935 ബോംബെ സമ്മേളനത്തിൽ വെച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഔദ്യോഗികമായി ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിലായിരുന്നു ഈ സമ്മേളനം. പിന്നീട് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ഫൈസ്പൂർ സമ്മേളനത്തിൽ വെച്ചാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം ഒരു പ്രമേയത്തിലൂടെ അംഗീകരിക്കപ്പെടുന്നത്. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഉന്നയിച്ചു. ഇത് ബ്രിട്ടീഷുകാർ അംഗീകരിക്കുന്നത് 1940 ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനത്തോടെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 1940 ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനം. ഈ ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനം നടത്തിയത് ആരാണെന്ന് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലിൻ ലിത്ഗോ പ്രഭുവാണ് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനം നടത്തിയത്. ഓഗസ്റ്റ് ഓഫർ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? വിൻസ്റ്റൺ ചർച്ചിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു കാലഘട്ടം 1940 ആ കാലഘട്ടം എന്ന് പറയുന്നത് ലോകത്ത് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയമായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ക്രിപ്സ് മിഷൻ എന്നറിയപ്പെടുന്ന ഈ കമ്മിറ്റി രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഇന്ത്യക്ക് ഒരു പുത്രികാ രാജ്യപദവി നൽകുമെന്നും ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാമെന്നും വാഗ്ദാനം ചെയ്തു. പക്ഷേ ഈ ക്രിപ്സ് മിഷനെ കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നും അംഗീകരിച്ചില്ല. കോൺഗ്രസ് അംഗീകരിക്കാതിരുന്നത് പെട്ടെന്ന് തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. മുസ്ലിം ലീഗ് പാകിസ്ഥാൻ വാദം അംഗീകരിക്കാത്തത് കൊണ്ടാണ് മുസ്ലിം ലീഗും ഇതിനെ എതിർത്തത്. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിലെ പിൻതീതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചതും ക്രിപ്സ് മിഷനെ ആയിരുന്നു. 1945 ആയപ്പോഴേക്കും രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു. അതിനുശേഷം ബ്രിട്ടനിൽ ഒരു പൊതു തിരഞ്ഞെടുപ്പ് നടന്നു. വിൻസ്റ്റൺ ചർച്ചിലിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി പരാജയപ്പെടുകയും ക്ലെമന്റ് ആറ്റ്ലി പ്രധാനമന്ത്രിയായിട്ടുള്ള പുതിയൊരു പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്തു. അപ്പോൾ ഈ ക്ലെമന്റ് ആറ്റ്ലിയാണ് 1946 ഇന്ത്യൻ നേതാക്കളുമായിട്ട് അധികാര കൈമാറ്റ ചർച്ചകൾ നടത്തുന്നതിനായിട്ട് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു ബ്രിട്ടന്റെ പ്രധാനമന്ത്രി. 1946 മാർച്ച് 23 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തി. പെത്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ എന്നിങ്ങനെയുള്ള 3 അംഗ സമിതിയായിരുന്നു ക്യാബിനറ്റ് മിഷൻ. പെത്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ. അപ്പോൾ അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു? ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ ഇതിൽ പെത്വിക് ലോറൻസ് ആയിരുന്നു ചെയർമാൻ. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ വരുന്ന സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭു ആയിരുന്നു ഇന്ത്യയിലെ വൈസ്രോയി. ഇതിൻ്റെ പ്രധാന നിർദ്ദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? ഭരണഘടന തയ്യാറാക്കാൻ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുക, അതുപോലെ ഇടക്കാല ദേശീയ ഗവൺമെൻറ് രൂപീകരിക്കുക, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക എന്നിങ്ങനെയായിരുന്നു ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാന ശുപാർശകൾ ഉണ്ടായിരുന്നത്. അങ്ങനെ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് 1946 ഓഗസ്റ്റിൽ ഒരു തിരഞ്ഞെടുപ്പ് നടന്നു. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1946 ഓഗസ്റ്റിലാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്കുള്ള
അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അങ്ങനെ 1946 നവംബറിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായി. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും നോമിനേറ്റ് ചെയ്യപ്പെട്ട അംഗങ്ങളും അടങ്ങുന്നതായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുമ്പോൾ ആകെ എത്ര അംഗങ്ങളുണ്ടായിരുന്നു? 389 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 296 പേരായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടവർ. ബാക്കി 93 പേര് നോമിനേറ്റ് ചെയ്യപ്പെട്ടവരായിരുന്നു. എവിടെ നിന്നായിരുന്നു നോമിനേറ്റ് ചെയ്യപ്പെട്ടത്? നാട്ടുരാജ്യങ്ങളിൽ നിന്നായിരുന്നു. ഈ എണ്ണം എപ്പോഴും ഓർത്തു വെക്കുക. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിച്ച് കാണാറുള്ളതാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുമ്പോൾ 389 പേരായിരുന്നു ആകെ അംഗങ്ങൾ. 296 പേർ തിരഞ്ഞെടുക്കപ്പെട്ടവരും 93 പേർ നാട്ടുരാജ്യങ്ങളിൽ നിന്നായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ തെരഞ്ഞെടുപ്പൊക്കെ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതായത് 18 വയസ്സ് പൂർത്തിയായവർക്കൊക്കെ വോട്ടവകാശം നൽകിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. പക്ഷെ അന്ന് ആനുപാതിക പ്രാതിനിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. അതായത് ഓരോ പ്രവിശ്യകളുടെയും എണ്ണത്തിനനുസരിച്ചാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ എണ്ണം നിശ്ചയിച്ചിട്ടുള്ളത്. ഓരോ പ്രവിശ്യകളിലെയും ജനങ്ങളുടെ എണ്ണത്തിനനുസരിച്ച്. അതായത് 10 ലക്ഷം പേർക്ക് 1 എന്ന അനുപാതത്തിലായിരുന്നു അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഭരണഘടനാ സമിതി രൂപീകരിക്കപ്പെട്ടത് വരെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഇനി നമുക്ക് വേണ്ടത് ഭരണഘടനയുടെ രൂപീകരണമാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെയും സഭയുടെ വിവിധ സമ്മേളനങ്ങളെക്കുറിച്ചും അതുപോലെ ഭരണഘടനയുടെ രൂപീകരണത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് നോക്കാം. ഇതുവരെ എടുത്ത കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.